പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ ഈ ഒരു വെബിനാറിൽ തിരഞ്ഞെടുത്തതിന് ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മളെല്ലാവരും സമയത്തെക്കുറിച്ച് ഇവിടെ വളരെയധികം ആശങ്കകളോടുകൂടി കഴിയുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ഇവിടെ തൊട്ടുമുമ്പ് പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എല്ലാവർക്കും ഒരേ സമയമാണ് ഉള്ളത്. എല്ലാവർക്കും ഇതേ 24 മണിക്കൂറുകൾ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എവിടെയാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. ശരിക്കും ടൈം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മുടെ ഓരോ സമയം ചെലവഴിക്കുന്നതനുസരിച്ച് ആണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സും അതിലെ ഫെയിലിയറും ഉണ്ടാവുന്നത്. എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവിടെയാണ് നമ്മുടെ സക്സസ് വരുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റോറി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഒരു ഓട്ട മത്സരം നടത്തുന്ന ഒരു നല്ലൊരു അത്ലറ്റാണ്. അദ്ദേഹം എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു ചെറിയ ഒരു ഈവന്റ് പോലെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആർക്കും ഒരു ഓപ്പൺ ചലഞ്ച് പോലെയാണ്, ആർക്കും ഓടാം, അവിടെ കടന്നു വരിക, മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു അത്ലറ്റുമാണ്. ഓരോരുത്തരായി വരുന്നു, വളരെ ശക്തന്മാരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവസാനം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് ഈ അത്ലറ്റ്, ഈ ചാമ്പ്യൻ തന്നെയാണ്. അപ്പം എല്ലാവരും ഓരോ വിജയത്തിലും എല്ലാവരും ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഒരു കുറച്ച് പ്രായമുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ മത്സരത്തിലേക്ക് അവിടെയുള്ള ഒരു ഗുരു സ്ഥാനത്തുള്ള ഒരു വ്യക്തി അങ്ങനെ കടത്തിവിടുകയാണ്. അപ്പോൾ ഈ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയും ഒരു സൈഡിൽ ഒരു അന്ധനായ ഒരു വ്യക്തിയും മത്സരിക്കാൻ വന്നു നിന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ മത്സരാർത്ഥികൾ, എതിരാളികൾ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു വൃദ്ധയാണ്, ഒരു സൈഡിൽ ഒരു അന്ധനാണ്. ഇദ്ദേഹം സാധാരണ പോലെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു ലൈനിൽ, ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഓടിയെത്തിയത്. ഇപ്രാവശ്യം അദ്ദേഹം ശ്രദ്ധിച്ചത് എന്ന് പറയുന്നത്, ഒരാളും അവിടെ കൈയടിച്ചില്ല, ആരും അദ്ദേഹത്തിനെ അനുമോദിച്ചില്ല. അദ്ദേഹം ആലോചിച്ചു, ഞാൻ വളരെ നേരത്തെ ഓടിയതിനേക്കാളൊക്കെ സ്പീഡിൽ ഞാൻ ഓടി ഇവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇവരാരും കൈയടിക്കുന്നില്ല? അപ്പോൾ ഇദ്ദേഹത്തിനെ ആ ഗുരുസ്ഥാനീയനായ ആ വ്യക്തി പറഞ്ഞു, നീ നിന്റെ ചിന്തകളിൽ എവിടെയോ പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇവരോടൊപ്പം മത്സരിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പെട്ടെന്നൊരു നിമിഷം ആലോചിച്ചു, ശരിയാണ്, ഞാൻ എന്തിനാണ് ഇത്രയധികം വേഗത്തിൽ ഓടി ഇവരെ പരാജയപ്പെടുത്തുന്നത്? ഒരു വൃദ്ധയാണ്, ഒരു സൈഡിൽ ഒരു അന്ധനായ വ്യക്തിയാണ്. ഇദ്ദേഹം വീണ്ടും വന്നിട്ട് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചിട്ട് അതേ താളത്തിൽ, അതേ വേഗതയിൽ ഒപ്പം നടന്നു ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. ആ സമയത്ത് ആ മുമ്പ് നടന്ന ഓരോ പെർഫോമൻസിലേക്കാളും കൂടുതൽ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കരഘോഷത്തോടുകൂടി അദ്ദേഹത്തെ അനുമോദിക്കുകയും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഗുരു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ എത്ര വേഗത്തിൽ നീ ഓടി എന്നതിനേക്കാളും നീ അത് എങ്ങനെ ആസ്വദിച്ചു, ഓരോ സമയത്തും നീ അത് ഉചിതമായ വേഗതയാണോ നീ സ്വീകരിച്ചത് എന്നുള്ളതാണ് നിന്റെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് വരാം. നമുക്ക് അറിയാം, ടൈം മാനേജ്മെന്റിന് ധാരാളം വഴികൾ, ഇഷ്ടംപോലെ പ്രിൻസിപ്പുകൾ, ഇഷ്ടംപോലെ തിയറികൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പക്ഷേ എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ആ ഒരു
സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ടതുപോലെ നമുക്ക് ഒരു അനുഭവം. എപ്പോഴും നമ്മളൊരു ഹറിബറി അല്ലെങ്കിൽ ഒരു നമ്മൾ ഓക്കെ ആവാത്ത ഒരു ഫീൽഡിലേക്ക് നമ്മൾ പോകുന്നു എന്നതാണ് ശരിക്കും റിയാലിറ്റി. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കോർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ഈ യൂണിവേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഈ ഈ യൂണിവേഴ്സിൽ 70% വാട്ടർ ആണെങ്കിൽ അതേ 70% വാട്ടർ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയോട് കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളും ആ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വേഗത്തിൽ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം സ്ലോയിൽ നടക്കുന്നുണ്ടോ? ഇല്ല. സൂര്യോദയമാണെങ്കിലും അതിൻ്റെ ഓരോ ചലനങ്ങളാണെങ്കിലും സൂര്യാസ്തമയം, രാത്രിയുടെ ആഗമനം, ചന്ദ്രൻ വരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ നടക്കുന്നത് കൃത്യമായ സമയങ്ങളിലാണ്. അതിന് കൃത്യസമയമുണ്ട്. ആ സമയങ്ങളിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളും ഈ ഒരു കൃത്യമായ യൂണിവേഴ്സൽ ടൈമിംഗ് ഉണ്ട്. യൂണിവേഴ്സൽ ടൈമിങ്ങിനോട് അലൈൻ ചെയ്തുകൊണ്ട് നമ്മളും അതിലേക്കാകുന്ന സമയത്ത് നമുക്കും ആ ഒരു ലൈഫിൻ്റെ കൃത്യമായ താളം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു ട്രെയിൻ പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അതിൻ്റെ വേഗത എത്രയായിരിക്കും? വലിയ സ്പീഡിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിക്ക് ആ ട്രെയിനിൻ്റെ സ്പീഡ് അത് അത്രയും ആപേക്ഷികമാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിൽ കയറണമെങ്കിൽ നമ്മൾ ഓടി ആ ട്രെയിൻ, ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ അല്ലേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിലപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് കയറേണ്ടി വരും ചില സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? ആ ട്രെയിനിൻ്റെ അതേ വേഗതയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പീഡ് കൂട്ടിയാലേ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് കയറാൻ പറ്റും. അതേസമയം നമ്മളെ ഒരു വേഗതയിലും ആ ട്രെയിൻ വേറൊരു വേഗതയിലുമാണ് നമുക്കതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ കൃത്യമായ ടൈമിലേക്ക് നമ്മുടെ സെൽഫിനെ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഏതെല്ലാം ടൈം മാനേജ്മെൻറ്റ് ട്രിക്കുകൾ പഠിച്ചാലും ഏതെല്ലാം തിയറികൾ ഉപയോഗിച്ചാലും നമുക്കത് വർക്കാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ്, നമ്മുടെ മനസ്സ് അതുമായി പാകപ്പെടണം എന്നുള്ളതാണ്. അല്ലാതെ സമയത്തിനെ കൃത്യമായ ചാർട്ടുകൾ ചെയ്യുന്നതും അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ഇൻഡിവിജ്വലി നമുക്കതിലേക്ക് കയറാൻ കഴിയുന്നത്. ഇനി നമ്മുടെ സെൽഫിലേക്ക് വന്നാൽ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ? ശരിക്കും ഒരു ദിവസം 70,000 തോട്ട്സ് നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞ് കടന്നു പോകും എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ അത് ഒരു നമ്മൾ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്, എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലായി പോകുന്നുണ്ട്, ആ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ശരിക്കും അത് ഒരു ലൂപ്പല്ല, അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അതിൻ്റെ ആ ഒരു ന്യൂറോ സയൻസ് പറയുന്നത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെഷീനൊക്കെ ഓഫായി പോവാതിരിക്കാൻ എപ്പോഴും ഇങ്ങനെ ഐഡിയലായി ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന പോലെ അതിന് പല ഫങ്ഷൻസും ഉണ്ട്. അപ്പം അത് ഒരു ബ്രെയിനിൻ്റെ ഒരു അവസ്ഥയാണ്, നമ്മളിങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയെന്ന്. നമുക്ക് വിഷയം വരുന്നതെന്ന് വെച്ചാൽ ആ ചിന്തകളിൽ നമ്മൾ കയറി യാത്ര ചെയ്യുന്നു, ദെൻ നമ്മൾ എവിടെയോ എത്തിപ്പോകുന്നു, നമ്മുടെ എല്ലാ ഷെഡ്യൂളുകളും നമ്മൾ ക്ലാഷ് ആകുന്നു, നമുക്ക് പിന്നീട് നമ്മുടെ പരിധിയിൽ നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 1979 മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കബാഡ്സിൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ജോൺ കബാഡ്സിൻ എന്നാണ്. അദ്ദേഹം അന്ന് ഒരു പരീക്ഷണം നടത്തിയെന്ന് വെച്ചാൽ മെഡിസിൻ കൊണ്ട് പോലും മാറാത്ത സ്ട്രെസ്സുകൾ, അതുപോലെ പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സംബന്ധിച്ച് അദ്ദേഹം പഠനം നടത്തിയപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ
കുറേ ആളുകളെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രാക്ടീസ് അവർക്ക് കൊടുത്തിട്ട്, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന, ഇപ്പോൾ ഈ നിമിഷത്തിലായിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് അവർക്ക് കുറേ കാര്യങ്ങളാണ്, ഓരോ മൈൻഡ് സ്റ്റേറ്റുകളും കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹം ഇവരെ വാച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 8 ആഴ്ച തുടർച്ചയായി ഇവരെ ഈ ഒരു മൈൻഡ്ഫുൾനെസ്, അതായത് പ്രസന്റ് കണ്ടീഷനിൽ, പ്രസന്റ് സ്റ്റേറ്റിൽ ജീവിക്കാൻ അവരെ വിവിധ തരം പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് നിർത്തുകയും അവർക്ക് മുമ്പ് അവരുടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്ന അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ സ്ട്രെസ് കണ്ടീഷൻ ഒക്കെ വീണ്ടും പരിശോധിക്കുമ്പോൾ വളരെ അത്ഭുതകരമായി അവരുടെ ആ സ്ട്രെസ്സും അവരുടെ ആ ഫിസിക്കൽ ഇഷ്യൂസും എല്ലാം വളരെയധികം ഭേദമായതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ധാരാളം പഠനങ്ങൾ ആ ഒരു വിഷയത്തിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇന്നലത്തെ ഇഷ്യൂസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നാളത്തെ ആങ്സൈറ്റിയിലായിരിക്കും. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ അവിടെ പൊളിക്കാൻ ശ്രമിച്ച ഒരു തിയറി എന്ന് പറഞ്ഞാൽ, ഇന്നലകളുടെ ഒരു ഹാങ് ഓവറുകളിൽ ജീവിക്കാതെ, നാളെയുടെ ആങ്സൈറ്റിയിൽ ജീവിക്കാതെ, ഇന്നിൻ്റെ ആ ഒരു ശക്തി ഉണ്ടല്ലോ, ദ പവർ ഓഫ് നൗ, ആ ഒരു മൊമെന്റിലേക്ക് മനുഷ്യന്റെ മനസ്സുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ കേൾക്കാറുള്ള ഒരു ആപ്തവാക്യം പോലെ, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഈസ് അവർ മാസ്റ്ററി എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞതൊക്കെ അത് ഒരു ചരിത്രം പോലെ അത് കഴിഞ്ഞിരിക്കുന്നു, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് ഒരു കാര്യവുമില്ല, അത് നമ്മളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് ശരിയായി നമ്മുടെ മുന്നിലുള്ളത്. അപ്പം അതാണ് ആ വരുന്ന ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു കാര്യം. അപ്പം നമ്മുടെ ടൈം നമ്മൾ എപ്പോഴും റിലേറ്റീവ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം അടക്കം അതിലുള്ളത് ടൈം എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്ന സമയത്ത്, അത് വിശദീകരിക്കുന്ന സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും എക്സാമ്പിളായി മനസ്സിലാകാൻ വേണ്ടി, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഓ, വളരെ പെട്ടെന്ന് തീർന്നുപോയി. ആവശ്യത്തിലധികം സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്നാണ്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്ലേസ്, അവിടെ നിങ്ങളെ കുറച്ചു നേരം കൊണ്ട് നിർത്തിയാൽ തന്നെ, നമ്മൾ അവിടെ അകപ്പെട്ടാൽ തന്നെ, അത് നമുക്ക് വളരെ വലിയൊരു ഡ്യൂറേഷൻ ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ റിലേറ്റിവിറ്റി തിയറിയെ എക്സാമ്പിൾ ചെയ്യാൻ പോലും ഉപയോഗിച്ചത് ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആപേക്ഷികമാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സുമായി, നമ്മുടെ ലൈഫുമായി ആ ടൈം എത്രത്തോളം റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ് ശരിക്കും നമ്മുടെ സമയം. മറ്റുള്ളവരുടെ കാഴ്ചയിലൂടെ ഉള്ളതല്ല. നമ്മൾ ഈ സമയത്തെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ അതിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ വർക്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മളതിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് എത്താനുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ഹറിബറിയായി, നമ്മൾ ആ ഒരു അലൈൻമെന്റിന് അപ്പുറത്തേക്കുള്ള ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആ സമയം ഒരിക്കലും തികയില്ല എന്നുള്ളതാണ്. നമ്മൾ അതേസമയം നമ്മുടെ മനസ്സിനെ കാമാക്കി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൃത്യമായി ഒരു അവയർനെസ്സിലായി, നമ്മുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ടൈമിനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ആ ഓരോ മിനിറ്റുകളും നമുക്ക് വളരെയധികം ദൈർഘ്യമുള്ളതായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അത് ഒരു മനസ്സിലാകാനായിട്ട് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഒരു ത്രെറ്റ്, ഒരു ഭീഷണിയുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നു, നമ്മൾ അതിലാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു നായ കടിക്കാൻ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നു, ഓടി വരുന്നു എന്ന് വിചാരിക്കാം. നമ്മളപ്പോൾ അവിടെ കൂടുതൽ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പോസിബിലിറ്റി ഒന്നുമില്ല, അല്ലേ?
എങ്ങനെ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം? നമ്മൾ ചിലപ്പോൾ ഓടും, അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് ഓടിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യും. അല്ലേ? നമ്മൾ പെട്ടെന്നായിരിക്കും നമ്മൾ റെസ്പോൺസ് എടുക്കുക. അവിടെ വന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ ഒരു സംഭവമല്ല. പ്രൊഡക്ടിവിറ്റിയോ ടൈം മാനേജ്മെന്റോ ഒന്നുമല്ല. അത് നമ്മുടെ ബ്രെയിനിലുള്ള ആ ഒരു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ആയതാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കണക്റ്റഡ് ടു അഡ്രിനാലിൻ എന്ന് പറയും. അതായത് നമുക്ക് ഫൈറ്റ് ചെയ്യണോ അതോ ഫ്ലൈറ്റ് ചെയ്യണം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ആ ഒരു മോഡിലുള്ള ഒരു നെർവസ് സിസ്റ്റമാണ്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് അതിനോട് മത്സരിച്ച് നിൽക്കാം. അതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹെൽത്തി ഒരു മൈൻഡ് കണ്ടീഷനിലുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു ഇതാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൈൻഡ്ഫുൾ ആയിട്ട് കാമായിട്ട് നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ, നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ, നമ്മുടെ ജോലികൾ ചെയ്യാൻ, നമ്മുടെ അതിനുശേഷമുള്ള നമ്മുടെ ഫാമിലി ലൈഫ്, അപ്പോൾ അതെല്ലാം വളരെ ഒരു റിതമിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ റിതമിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു നെർവസ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ അധിക ഭൂരിഭാഗം പേരുടെയും ഈ പറഞ്ഞ കാമായിട്ടുള്ള പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അഡ്രിനാലിൻ എഫക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും നമ്മുടെ. പക്ഷേ അവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ റെയറായിട്ട് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് അത്. അതിനെ നമ്മൾ ഡെയിലി ആക്ടിവേറ്റഡ് ആയിട്ടാൽ എന്ത് സംഭവിക്കും? എപ്പോഴും സാധാരണ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കെ നമ്മൾ ആ ഒരു എന്താ പറയാ ഡേഞ്ചറസ് സോണിൽ മാത്രം ഉപയോഗിക്കാനുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? നമ്മളെപ്പോഴും ആ ഒരു ആക്ടിവേറ്റഡ് ആയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസ് എന്താണ്? എപ്പോഴും എന്തോ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദെൻ കോർട്ടിസോൾ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആ ഒരു സിറ്റുവേഷനിൽ ഓക്കെയാണ്. പക്ഷേ എല്ലാ സമയവും കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എക്സസ് കോർട്ടിസോൾ പ്രൊഡക്ഷനിലൂടെയാണ് നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങളിലേക്ക്, മനോജന്യമായ മറ്റു ഫിസിക്കൽ ഡിസീസസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ നിയന്ത്രിച്ചില്ല. നമ്മൾ അതിനെ പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ ശരിക്കും നോക്കേണ്ടത് നമ്മുടെ വാച്ചിലേക്കും നമ്മുടെ ടൈം സിസ്റ്റത്തിനേക്കാളും നമുക്ക് ഇതെങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ജോലി വളരെ എന്താ പറയാ സമയബന്ധിതമായി ചെയ്യേണ്ടതും ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ അതിലെ ആ പറഞ്ഞ ഒരു സ്ട്രെസ് എലമെന്റിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ അതിനെ കാണുന്ന ഒരു രീതി ഒന്ന് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് ആ ഒരു റിതമിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പറഞ്ഞ കട്ടിയേറിയ ജോലികളും സമയം കുറഞ്ഞ ടാസ്കുകളും എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ ആപേക്ഷികതാ സിദ്ധാന്തം പോലെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇടപെടലിലൂടെ നമുക്കത് ചെയ്തു തീർക്കാൻ കഴിയും. അതിന് മറ്റുള്ള കാര്യങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള കുറേ ടിപ്സുകളും ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും നമുക്ക് ആവശ്യമുള്ള ആളുകളിലേക്കൊക്കെ പോകാനും അവരുടെയൊക്കെ സഹായം തേടാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ പല വഴികളും ഉണ്ടാവും. ഒരു ജോലി നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ചെയ്ത് തീർത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഡെലിഗേഷൻ ചെയ്യുന്നവരാണ്. നമുക്കത് കൃത്യമായി ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അവിടെയെല്ലാം വേണ്ടത് നമുക്കത് ചെയ്യാനുള്ള ഒരു കാം സ്റ്റേറ്റ്. നമ്മൾ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വീണുപോയി അതിൽ വെപ്രാളപ്പെട്ടാൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ വേറൊരു ഒരു
എന്താ പറയുക, പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് വേറൊരു ഫ്രെയിമിങ്ങിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റീവായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും കഴിയും. ഓക്കെ. അപ്പൊ അതിന് ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സമയം കൊടുക്കുക. നമ്മുടെ ആ ഒരു സെൽഫ് വർത്ത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരും കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ നമ്മൾ ആരും ഒരു എന്താ പറയാ, വിമർശനം കേൾക്കേണ്ടവരോ ഒന്നുമല്ല. നമ്മളെല്ലാവരും നമ്മളുടേതായ യുണീക്ക് കഴിവുകളുമായി ആണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരിക്കലും അങ്ങനെ ഒരു ത്രെറ്റ്, ഒരു ഭീഷണി നേരിടുന്നു എന്ന ഒരു സിംറ്റം, ഒരു സിമ്പൽ, ഒരു സിഗ്നൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാതിരിക്കുക. നമ്മളിവിടെ ആരെയും പോലെ നമ്മൾ സേഫാണ്, നമ്മൾ സെക്യൂർ ആണ് എന്നുള്ള ഒരു ഭാവം നമ്മൾ കോൺഷ്യസ്ലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ റിലാക്സ് ആയിട്ട് കൃത്യമായി സമയത്തെ യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിലെ കാര്യം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ബ്രത്തിലേക്ക്, നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ എപ്പോഴാണോ ഇതുപോലെ ഓവർവെൽംഡ് ആകുന്നത്, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ട് നമ്മുടെ ആ ഒരു ബ്രീത്തിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കുക. നമ്മളൊരിക്കലും ബാഹ്യ ലോകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ സമയത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്കറിയാം അല്ലേ, ചുറ്റും ഉള്ള ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആളുകളും വ്യക്തികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ ശരിയാക്കിയിട്ട്, ഇപ്പം സബോർഡിനേറ്റ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഉണ്ടാവും. അപ്പൊ അവര് മറ്റുള്ളവരുടെ ആ ഒരു കുറ്റങ്ങൾ, കുറവുകൾ അതിലേക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ഒരു സ്ട്രെസ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവെയർ ആയിക്കൊണ്ട് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് നമ്മൾ ആ പറഞ്ഞ ഒരു കാംനെസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതൊരു ന്യൂറോ സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇത്തരം നല്ല ഫീലിങ്ങുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് കൂടി നമുക്ക് മാറുന്നതായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബ്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് നമുക്ക് ഒന്നുകൂടി റീകോൾ ചെയ്താൽ, ഈ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു കാമായിട്ടുള്ള ബ്രീത്ത് അല്ല, ഒരു അലൈൻഡ് ആയിട്ടുള്ള ഒരു താളത്തിലുള്ള ബ്രീത്ത് ഒന്നുമല്ല നമ്മൾ എടുക്കുന്നത്. വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ബ്രീത്ത് ആണ്. കാരണം നമ്മൾ അവിടെ ഒരു നമ്മൾ സേഫ് അല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മുടെ ഒരു ടൈം ലിമിറ്റിൽ ഒരു ടാസ്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രെത്ത് നമ്മുടെ വളരെ ഷാലോ ബ്രീത്തിങ്, വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിന്റെ 90% അവിടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 10% മാത്രമാണ് ബാഹ്യമായ നമ്മൾ മനസ്സെന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ 90% ഇരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിന് ഒരിക്കലും ആ ഒരു റിയൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിലൂടെ ആണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളൊരു ബ്രീത്തിങ്ങിൽ വളരെയധികം കെയർ ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് നമ്മൾ എടുക്കുമ്പോൾ ബ്രെയിനിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സിഗ്നൽ പോകുന്നത് എന്തായിരിക്കും? ആൾ എന്തോ ഒരു ത്രെറ്റ് നേരിടുന്നുണ്ട്, എന്തോ ഒരു ചലഞ്ചിലാണ്. അപ്പൊ അതനുസരിച്ചുള്ള അത് നേരിടാനുള്ള ഹോർമോൺസ് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അതിലേക്ക് പോകും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള പല വഴികളുമുണ്ട് നമ്മുടെ ബ്രെത്തിൽ നമ്മൾ കോൺഷ്യസ് ആവുക. നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ അത് അറിഞ്ഞ് ചെയ്യുക. നമുക്ക് 5 സെൻസസ് ആണ് ഉള്ളത് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 5 സെൻസിലൂടെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അകത്തേക്ക് എടുക്കുന്നത്. കാഴ്ച, കേൾവി, സ്പർശനം, നമ്മുടെ ആ ഒരു നാവിന്റെ രുചി അറിയാനുള്ള ഒരു സെൻസ്. അങ്ങനെ നമുക്ക് ഈ ഉള്ള ഓരോ സെൻസിലൂടെയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണ്, അതാണ് പിന്നീട് നമ്മുടെ ആക്ഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ 5 സെൻസിലൂടെ എടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മൈൻഡ്ഫുൾ ആയി, നമ്മൾ ആ നിമിഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്താൽ, നമ്മൾ ഈ പറഞ്ഞ ഒരു
ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇല്യൂഷനാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകാതെ നമുക്കിതെല്ലാം മൈൻഡ്ഫുള്ളായി നിന്നുകൊണ്ട് നമുക്ക് നേരിടാൻ നമുക്ക് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ വിശാലമായ വിഷയമാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദെൻ ഞാനിതിലേക്ക് വൈൻഡപ്പിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മള് ശരിക്കും ഈ എടുക്കുന്ന സമയങ്ങളെല്ലാം നമ്മൾ എവിടെയാണോ, എന്തിലാണോ നമ്മളായിരിക്കുന്നത് അതിൽ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായാലും, നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ മനസ്സിനെ വിടാതെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയാണ്. ദെൻ അതുപോലെ പാസ്റ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകാതെ നമ്മൾ ആ ഒരു അവയർനെസ്സിൽ നിന്ന് കഴിഞ്ഞാൽ സമയം നമ്മുടെ ഒപ്പം ചലിക്കും. ആ താളത്തിന് നമുക്കും സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയമെടുത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു അനുഗ്രഹമായി, ബ്ലെസ്സിങ് ആയി മാറുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കപ്പലിൽ ഒരു കൂട്ടം യാത്ര ചെയ്യുന്ന സമയത്ത് നടുക്കടലിൽ വെച്ച് ആ കപ്പലിന്റെ എൻജിൻ തകരാറിലാവുന്നു. അപ്പോൾ പല ആളുകളും അത് ശരിയാക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തി നോക്കി. പല ടെക്നീഷ്യൻസും നോക്കി. പക്ഷേ അത് ശരിയാവുന്നില്ല. അവസാനം ആ കപ്പലിലുള്ള വളരെ പ്രായം ചെന്ന ഒരു ടെക്നീഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അത് കാണിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ആ എഞ്ചിന്റെ ചെറിയൊരു പാർട്ടിൽ അദ്ദേഹത്തിന് ഹാമർ വെച്ചൊന്ന് തട്ടുന്നുണ്ട്. ആ സമയത്ത് എഞ്ചിൻ പെട്ടെന്ന് ഓണായി അത് സ്റ്റാർട്ടാവുന്നു. അപ്പോൾ ഈ സംഭവത്തിന് എത്രയാണ് അതിന്റെ ഫീസ് എന്ന് ചോദിക്കുമ്പോൾ ഇത് നല്ലൊരു എമൗണ്ടാണ് ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ നിസ്സാരമായ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് എടുത്തിട്ട് ഒരു ചെറിയ നോക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിന് നിങ്ങൾ ഇത്രയധികം പണം ഈടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ആ സെക്കൻഡുകൾ കൊണ്ട് എടുത്ത ആ ഒരു നോക്ക്, ആ തട്ട്, അത് എവിടെ തട്ടണം എന്ന് ആ ഒരു നോളജ് എൻ്റെ വർഷങ്ങളുടെ അധ്വാനമാണ്. വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഒരു എഞ്ചിൻ നേരിടുമ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എൻ്റെ സമയം കൊടുത്ത് ഞാൻ എടുത്ത എൻ്റെ ജീവിതമാകുന്ന ആ മഹത്തായ ഏടിൽ നിന്ന് വളരെയധികം വളരെയധികം ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് ഞാൻ ആർജിച്ചെടുത്ത കഴിവാണ്. അതിനെനിക്ക് ഇത്രയധികം പണം വേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ആ ഫീ ചോദിക്കുന്ന ഒരു കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സമയം അത്തരം എക്സ്പീരിയൻസുകൾ ആർജിക്കാനും നമുക്കത് പിന്നീട് ഫ്യൂച്ചറിൽ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും കഴിയണം. അങ്ങനെ ഇവിടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും കഴിയട്ടെ.